ഹലോ. ഹലോ. ആ, എന്താടോ? എത്ര നേരം കൊണ്ട് വിളിക്കാൻ ഞാൻ, നിങ്ങൾ എവിടെയായിരുന്നു? ഞാനിവിടെ ഉണ്ടായിരുന്നു. എന്നാ പറ്റിയേ? എത്ര നേരം കൊണ്ട് ഇരുന്ന് വിളിക്കുക നിങ്ങള്? ഈ വിളിച്ചിരുന്നാ? പിന്നെ വിളിക്കാണ്ട് മിസ് കോളൊന്നും കണ്ടില്ല അപ്പോൾ? ഫോണ് നോക്കിയിട്ടില്ല. അതിന് ഫോൺ നോക്കാൻ സമയം കിട്ടണ്ടല്ലേ? എൻ്റെ പൊന്നാര മോളെ, ഒന്ന് ദേഷ്യപ്പെടാതെ. ഞാൻ എവിടെയായിരുന്നു എന്നെങ്കിലും ഒന്ന് ചോദിക്കണ്ടേ? സോറി, നിങ്ങൾ എവിടെയായിരുന്നു? ഇപ്പോഴാണോ തോന്നിയത്? അല്ല, എനിക്ക് ദേഷ്യം വന്നു. എത്ര നേരം അറിയാൻ കിടന്ന് വിളിക്കണേ? അല്ലെങ്കിൽ ഈ ടൈം കൊണ്ട് നിങ്ങൾ വിളിക്കണതല്ലേ? ഞാനൊന്നും വിളിക്കാതെ ഇരുന്നപ്പോൾ ഇങ്ങനെ. എന്നെ ഒരിക്കലും വിളിച്ചില്ലെങ്കിലോ? കൊല്ലും ഞാൻ. പറയല്ല ആക്കും. അല്ലടോ, ചുമ്മാ ചോദിച്ചു. ഞാൻ കുറച്ച് പണിയിലായിരുന്നു, അത്ര അറിഞ്ഞാൽ മതി. കാര്യം പറയും. എന്തായിരുന്നു? ശരിക്കും പറഞ്ഞാല് വേണ്ട, അതൊരു സർപ്രൈസാ. പൊട്ടിപ്പോയി. ആ സർപ്രൈസ് പൊട്ടൂലേ? ഇല്ലല്ല, ഒരു ക്ലൂത്താ. അല്ല, ഈ എന്നോട് ഇത്ര നേരം വിളിച്ചിട്ട് ഫോൺ എടുക്കായിരുന്നല്ലേ? ഈ ഇനിയിപ്പോൾ എന്തെങ്കിലും വിചാരിച്ചാലോ? ഞാനൊന്നും വിചാരിക്കാൻ പോണില്ല. നിങ്ങൾ കാര്യം തുറന്ന് പറയട്ടെ. എനിക്ക് ഒന്നുമില്ല. ഈ എന്താ എന്നെ പറഞ്ഞത്? ഞാനെന്ത് പറഞ്ഞു? ഒന്നും പറഞ്ഞില്ലേ? ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. ഞാനത് പറയണ്ടെന്ന് വെച്ച് എന്തെങ്കിലും പറയാമെന്ന് വിചാരിച്ചു. എന്തെങ്കിലും മനസ്സിൽ എന്താന്ന് പറഞ്ഞതാ? എനിക്ക് ഒരു മാല വേണമെന്ന് പറഞ്ഞിട്ടായിരുന്നു. അത് വാങ്ങാൻ പോയതാ. അതാണോ? കിട്ടിയാ? കിട്ടി. ഫോട്ടോ ഒന്നും അയച്ചു തന്നില്ലല്ലോ. അതൊരു സർപ്രൈസായിട്ട് തരാമെന്ന് വിചാരിച്ചിരുന്നേ. പക്ഷേ ഈ ഇത്രയും ദേഷ്യപ്പെട്ടപ്പോൾ എനിക്കെന്തോ മനസ്സിലൊരു വല്ലാത്തൊരു ഫീലിംഗ് തോന്നിയിട്ട് ഞാൻ ഇതാക്കിയത്. എനിക്കിപ്പം തന്നെ സർപ്രൈസായി. എനിക്ക് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇത്രയും പെട്ടെന്ന് വാങ്ങുന്നു. അല്ലെങ്കിൽ അനക്കാണ് സർപ്രൈസ് അല്ലേ? അയ്യോ, അതെനിക്ക് തോന്നിക്കുന്നേ. അതെന്തുകൊണ്ടാന്ന് എനിക്ക് തോന്നി. ഒന്നുമില്ല, സ്നേഹം കൊണ്ടല്ലേ. പിന്നെ വേറെന്തോ ഉദ്ദേശിച്ചാന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ പറയല്ലേ. ഞാൻ സത്യത്തിൽ സ്നേഹം കൊണ്ടാന്ന് വിചാരിച്ചു. വെറുതെ ആവശ്യമില്ലാതെ ഓരോന്ന് ചിന്തിക്കുക. അങ്ങനെ അത് കിട്ടിയതിൻ്റെ ഒരു ഇതിൽ ഞാൻ വിചാരിച്ചു ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് വിളിച്ചിട്ട് ആ സർപ്രൈസ് പൊട്ടിക്കാമോ. അപ്പം നോക്കിയപ്പോൾ ഭയങ്കര ദേഷ്യത്തിൽ. പണിയിലാണെച്ചാൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കൂലേ? പണിയിലാന്ന് പറഞ്ഞിട്ട് അതൊന്നും അയക്കണില്ലേ? പേടിച്ച? പിന്നെ മനുഷ്യന്മാർക്ക് ഭ്രാന്ത് പിടിക്കൂലേ? അത്രക്ക് വേണ്ടിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഇങ്ങക്ക് അങ്ങനെയൊക്കെ പറയാ. പിന്നെന്താ, കുറച്ച് സമയമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അല്ല, ഈ പറയുന്ന കേട്ടാ വിചാരിക്കുവേ ഈ എന്നോട് ഈ പറയുന്ന ആൾ ഇന്ന് വരെ ഒന്നും ചെയ്തിട്ടില്ല. അങ്ങനല്ല, നിങ്ങളവിടെ ഒറ്റയ്ക്കല്ലേ? ഇവിടെ എനിക്ക് എല്ലാവരും ഉണ്ടല്ലോ. എന്റെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ അറിയാം. പക്ഷേ നിങ്ങളെ കാര്യം നിങ്ങൾക്ക് അറിയാൻ പറ്റൂല നിങ്ങൾ വിളിച്ചില്ലെങ്കിൽ. അപ്പൊ ഈ അവിടെ ഒറ്റയ്ക്കല്ലേ? ഒറ്റക്കാണെച്ചാല് എല്ലാരും ഉണ്ട്, പക്ഷെ നിങ്ങൾ മാത്രല്ല. അതിലൊരു ഒറ്റപ്പെടലുണ്ട്. അപ്പൊ എനിക്കും അതൊരു ഒറ്റപ്പെടലല്ലേ? അതൊക്കെ പിന്നെന്തെന്നാ പറയുന്നേ? അതല്ലേ പറഞ്ഞ നിങ്ങളവിടെ ഒറ്റക്കാന്ന്. അതല്ല ഞാനും ചോദിച്ചു, അവിടെ ഒറ്റയ്ക്കല്ലേന്ന്. ചോദിക്കുമ്പേ അതിൻ്റെതായ രീതിയിലും ഗൗരവത്തിലും ഒക്കെ ചോദിക്കാൻ പഠിക്കണം. ആയിക്കോട്ടെ സാറേ, ഞാനിത് പൊട്ടിക്കണ്ടെന്ന് വിചാരിച്ചതാ. പിന്നെ ഞാൻ എൻ്റെ ഒരു സ്വഭാവമൊക്കെ കണ്ടിട്ടേ. സർപ്രൈസ് ആണ് എന്താണെന്നറിയോ? എന്തെന്ന് എന്നോട് പറയാണ്ട് നിന്റെ വീട്ടിൽ കേട്ടു. പടച്ചോനെ, അത് നടക്കുമെന്ന് തോന്നില്ല. ഇങ്ങനെ എൻ്റെ സ്വഭാവമാണെങ്കിൽ എൻ്റെ സ്വഭാവത്തിന് അടുത്ത മാസം വരുന്നുണ്ടെങ്കിൽ ഈ മാസം തന്നെ പറയണം. പറഞ്ഞേ കുഴപ്പമില്ലല്ലോ. പറഞ്ഞാൽ അത് സാരമില്ല.
സർപ്രൈസ് ആയിട്ട് ഇരിക്കട്ടെ. ഡേറ്റ് എന്നോട് പറഞ്ഞത് കുഴപ്പമില്ല, ഞാൻ മറന്നു പോയിക്കോളാം എന്ന് പറയും. അതൊന്നും വേണ്ടപ്പോ. അങ്ങനെ വെച്ചാലേ ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞേക്കാം, ഒന്നും വിചാരിക്കണ്ട. നിങ്ങൾ പിന്നെ ഫോൺ വിളിച്ചില്ലേ, നാളെ ഇന്നലെ ഞാൻ ഉറങ്ങുന്ന ടൈമില് സുബൈക്കിന്റെ വീട്ടിൽ എത്തുകയെന്ന് പൊള്ളിക്കും കൊണ്ട് പാത്രം ഒന്ന് കൊട്ടാം. ആദ്യമേല് കൊട്ടൂല, പിന്നെ പണ്ട് മാതലി കൊട്ടുള്ള ശീലല്ലോ. അത് തീ മേടിക്കണം. വെറുതെ പഴയ കാര്യങ്ങളൊക്കെ ആലോചിക്കണോ? വേണ്ട, നമുക്ക് കുറച്ച് പിറകിലോട്ട് പോണെങ്കിൽ പോവാം, സാരമില്ല. നമ്മളേ രണ്ടാളും ഒറ്റക്കുള്ള ടൈമില് നമുക്ക് ആലോചിക്കാം. വേണ്ട വേണ്ട എൻ്റെ പൊന്നു മോളെ, എനിക്കത് കേട്ട് കേട്ട് ഞാൻ ആകെ പ്രാന്തായതാ. ഇനി അത് വേണ്ട കേട്ടോ. നമുക്കിനി മുന്നിലേക്കുള്ള കാര്യങ്ങൾ മാത്രം ചിന്തിച്ചാൽ മതി. അങ്ങനെ പോരെ? ഇഷ്ടം പോലെ.